അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ രണ്ടാം ഭാഗത്തിലെ അഞ്ചാമത്തെ പാഠം അൽ ഇഖ്ഫാ 2 ഇഖ്ഫായിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ പാഠത്തിൽ ഇഖ്ഫായിനെ കുറിച്ച് ചില അക്ഷരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പറഞ്ഞു. മൊത്തം ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണല്ലോ. ആ 15 സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം 15 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ മറച്ചു മണിക്കണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ ഒന്നാം പാഠത്തിൽ പറഞ്ഞു ചില അക്ഷരങ്ങൾക്ക്. ഇനി മറ്റു ചില അക്ഷരങ്ങൾക്കുള്ള ഉദാഹരണങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. ദാല്, ദാല്, സായ്, ഷീന്, സീന്, ഷീന്, സ്വാദ് എന്നീ 6 ഹർഫുകൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ ഉള്ള ഉദാഹരണങ്ങളാണ് താഴെയുള്ളത്. ഒന്നുകിൽ സാക്കിനായ നൂനി അല്ലെങ്കിൽ തൻവീന്, അതിന് ശേഷം ഈ അക്ഷരങ്ങൾ വന്നിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞ ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ് ഇതിലേതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടാവും സാക്കിനായ നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം. അടിവരയിട്ട ഭാഗം ഇഖ്ഫാ ചെയ്ത് പാരായണം ചെയ്യുക. ഉദാഹരണങ്ങളിൽ അടിവരയിട്ട ഭാഗങ്ങൾ എന്ത് ചെയ്യുക? ഇഖ്ഫാ ചെയ്തുകൊണ്ട് മറച്ച് മണിച്ചുകൊണ്ട് സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും മറച്ച് മണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ എന്താണ്? സാക്കിനായ നൂനാണ്, ശേഷം ദാല് വന്നു. മന്ദസ്സാഹ, മന്ദസ്സാഹ. അടുത്തത് തൻവീനു ശേഷം ദാല്. വകഅ്സൻ ദിഹാഖ, വകഅ്സൻ ദിഹാഖ. അടുത്തത് സാക്കിനായ നൂനിന് ശേഷം ദാല്. വലിമൻ ദഖല, വലിമൻ ദഖല. അടുത്തത് ഖിൻവാനുൻ ദാനിയ, ഖിൻവാനുൻ. തൻവീന്, നൂനിന് തൻവീന് ശേഷം ദാല്. അപ്പോൾ ഇഖ്ഫാ ചെയ്യുന്നു. ഖിൻവാനുൻ ദാ. അടുത്തത് അൻ അൻദിർ ഖൗമക, അൻ അൻദിർ ഖൗമക, അൻ അൻദിർ. സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നു. അൻ അൻദിർ. ഓക്കെ, സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നു. അടുത്തത് ഇലാ ദില്ലിൻ ദി സലാത്ത്, ഇലാ ദില്ലിൻ ദി, ദില്ലിൻ. തൻവീനിന് ശേഷം എന്ത് വന്നു? ദാല് വന്നു. അടുത്തത് വത്അമൻ ദ, വത്അമൻ ദ. തൻവീനിന് ശേഷം ദാല് വന്നു. ഇനി അടുത്തത് ഫീ സിൽസിലത്തിൻ ദർഉഹാ, സിൽസിലത്തിൻ ദർ. തൻവീനിന് ശേഷം ദാല് വന്നു. അടുത്തത് അം നഹ്നുൽ മുൻസിലൂൻ, മുൻസി. സാക്കിനായ നൂനിന് ശേഷം സായ് വന്നു. അതിൻ്റെ തൊട്ട് മുമ്പുണ്ട് അൻസൽതുമൂഹു, അൻസൽതുമൂഹു. അങ്ങനെ മണിച്ചുകൊണ്ട് ഓതണം. സാക്കിനായ നൂനിന് ശേഷമാണ് അവിടെ എന്ത് വന്നത്? സായ് വന്നത്. ഇനി ഇൻ സഅംതും, ഇൻ സഅംതും. സാക്കിനായ നൂനിന് ശേഷം അവിടെ സായ് വന്നു. അടുത്തത് നഫ്സൻ സക്കിയ, നഫ്സൻ സക്കിയ. തൻവീന് ശേഷം സായ് വന്നു. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളിലും ഈ പറഞ്ഞ പാഠത്തിൽ 5 അക്ഷരങ്ങളാണ് പറഞ്ഞത്. ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്. ഈ അക്ഷരങ്ങൾക്ക് 6 അക്ഷരം, ഈ 6 അക്ഷരങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് സാക്കിനായ നൂനോ തൻവീനോ വന്നാൽ അവയെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഓതണം. ഇനി ഇവിടെ നോക്കാം നമ്മൾ. അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു. സാക്കിനായ നൂനിന് ശേഷം സീനാണ് അവിടെ വന്നത്. അടുത്ത് ഖൗലൻ സദീദ, ഖൗലൻ. തൻവീന്, ലാമിന് തൻവീന് ശേഷം സീന്. അപ്പോൾ ഇഖ്ഫാ ചെയ്തൊന്നു. എങ്ങനെ? ഖൗലൻ സദീദ. അടുത്ത് ശഫാഅതൻ സയ്യിഅതൻ, ശഫാഅതൻ സയ്യിഅ. തൻവീന് ശേഷം സീന് വന്നു. അടുത്തത് സ്വാദാണ്. സാക്കിനായ നൂനിന് ശേഷം സ്വാദ് വന്നു. എങ്ങനെ പാരായണം ചെയ്യും? അൻസാറുല്ലാഹ്, അൻസാറു, അൻസാറു. മണിച്ചുകൊണ്ട് ഓതണം. അടുത്തതോ അൻ സ്വലാത്തിഹിം, അൻ സ്വലാത്തിഹിം. സാക്കിനായ നൂനിന് ശേഷം അവിടെ എന്ത് വന്നു? സ്വാദ് വന്നു. ഇങ്ങനെ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം 15 അക്ഷരങ്ങളിൽ ഏത് വന്നാലും
അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സാക്കിനായ നൂൻ്റെയും തൻവീൻ്റെയും മറച്ച് മണിക്കണം. അതാണല്ലോ നമ്മൾ ഇഖ്ഫ എന്ന് പറഞ്ഞത്. ഇനി ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ പാഠം കൂടെ വരുന്നുണ്ട്. അവിടെ ബാക്കിയുള്ള അക്ഷരങ്ങളെ കൂടെ ചർച്ച ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഇഖ്ഫ രണ്ടാം പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നക്തഷിഫു മിനൽ ആയാത്തിൽ ആത്തിയത്തി മവാദിയൽ ഇഖ്ഫാ. താഴത്ത് കുറച്ച് ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഇഖ്ഫാ വന്ന ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കുക, അത് വ്യക്തമാക്കുക. ഒന്നാമത്തെ ഒമായസ്തവിൽ ബഹ്റാനി ഹാദാ അദ്ബുൻ ഫുറാത്തുൻ അദ്ബുൻ ഫു. തൻവീന് ശേഷം ഫാ വന്നു. ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങൾ 15 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ 15 അക്ഷരമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചിട്ടില്ലെങ്കിലും 15 അക്ഷരമാണെന്ന് നമ്മൾ ആ തദ്രീബാത്തിലെ ബൈത്തിലൂടെയും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പാഠത്തിലും പറഞ്ഞിട്ടുണ്ട്. ആ 15 അക്ഷരങ്ങൾ പെട്ടെന്ന് പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, പിന്നെ ഇഖ്ലാബ്, ഈ 4 അക്ഷരങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ മുഴുവനും ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അത്ര മതി. ഇൽഹാറിൻ്റെ 6 അക്ഷരം, ഇദ്ഗാം ബിഗുന്നയുടെ 4 അക്ഷരം, ഇദ്ഗാം ബിലാ ഗുന്നയുടെ 2, ഇഖ്ലാബിൻ്റെ 1. ഈ അക്ഷരങ്ങൾ കറക്റ്റായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ള അക്ഷരങ്ങൾ വരുന്ന അക്ഷരങ്ങളൊക്കെ ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ അദാബും ഫുറാത്ത്, അവിടെ തൻവീന് ശേഷം ഫാ വന്നു. ഫാ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. മറ്റുള്ളതിലൊന്നും ഫാ കാണൂല. അടുത്ത ഫുറാത്തുൻ ഫുറാത്തുൻ സായിഗുൻ ശറാബു. ഇവിടെ 3 ഇഖ്ഫാ ഉണ്ട്. ഒന്ന് തൻവീന് ശേഷം ഫാ വന്നു, മറ്റൊന്ന് തൻവീന് ശേഷം സീന് വന്നു, മറ്റൊന്ന് തൻവീന് ശേഷം ഷീന് വന്നു. ഈ 3 അക്ഷരം ഇഖ്ഫായിൻ്റെ അക്ഷരങ്ങളാണ്. ഇനി അടുത്തത് അടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വമിൻ കുല്ലിൻ തഅ്കുലൂന. ഇവിടെ തൻവീന് ശേഷം താ വന്നു. ഇവിടെ പിന്നെ വമിൻ കുല്ലി സാക്കിനായ നൂനിന് ശേഷം കാഫ് വന്നു. ഇവിടെ മിൽഹുൻ ഉജാജുൻ എന്നുള്ളിടത്ത് ഇൽഹാറാണ്. അതുപോലെ തന്നെ ഉജാജും വമൻ എന്നുള്ളിടത്ത് ഇദ്ഗാം ബിഗുന്നയാണ്. അപ്പോൾ അക്ഷരങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്ത് ലഹ്മൻ ത്വരിയ, അവിടെ തൻവീന് ശേഷം തോ വരുന്നു. ഇനി ഇങ്ങനെ പോന്നാൽ ഹില്യതൻ തൽബസൂനഹ, ഇവിടെ തൻവീന് ശേഷം താ വന്നു. അങ്ങനെയാകുന്നു ഈ ആയത്തിൽ. അതുപോലെ മിൻ ഫളിഹി സാക്കിനായ നൂനിന് ശേഷം ഫാ വന്നു. അപ്പോൾ ഇത് പഠിക്കാൻ അക്ഷരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയ ഏറ്റവും നല്ലത് മറ്റുള്ള വിധികളുടെ അക്ഷരങ്ങൾ കാണാതെ പഠിച്ച ഒരാൾക്ക് ഇതിൻ്റെ അക്ഷരങ്ങൾ വേഗം മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തത് വജഅലൂ ലില്ലാഹി അൻദാദൻ, അന്ദ സാക്കിനായ നൂനിന് ശേഷം ദാല് വന്നു. പിന്നെ അൻസബീലി സാക്കിനായ നൂനിന് ശേഷം സീന് വന്നു. ഇനി ഇങ്ങനെ പോന്നാൽ അടുത്ത ആയത്തിലേക്ക് ഇൻത്വലിഖു, അവിടെ സാക്കിനായ നൂനിന് ശേഷം ത്വാ വന്നു. അടുത്ത ലില്ലന്തി തൻവീൻ കസറിന് ശേഷം ദാല് വന്നു. ഇനി അടുത്തതിൽ വലാലിം വ, അവിടെ തൻവീന് ശേഷം വാവാണ് വന്നത്, ഇദ്ഗാം ബിഗുന്നയാണ്. ഇനി ഇങ്ങനെ പോന്നാൽ ബിശററിൻ കൽ ഖസ്ർ, ബിശററിൻ കൽ ഖസ്ർ. അപ്പോൾ തൻവീൻ കസറിന് ശേഷം കാഫ് വന്നു. ഇനി ഇവിടെ പിന്നെ ജിമാലത്തുൻ സുഫ്ർ, ജിമാലത്തുൻ സു തൻവീന് ശേഷം സ്വാദ് വന്നു. ഇനി അടുത്ത് ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, ഇവിടെ സാക്കിന നൂനിന് ശേഷം ഷീന് വരുന്നു. ഇവിടെ സാക്കിന നൂനിന് ശേഷം സായ് വരുന്നു. ഇനി അടുത്തത് നഖ്താറുൽ മുനാസിബ് മിനൽ ഖൗസൈൻ. ഇവിടെ കുറേ ഉദാഹരണങ്ങൾ സാക്കിന നൂനിൻ്റെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വിധികളും കൊടുത്തിട്ടുണ്ട്. ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തുക. മിൻ ബഅദിഹിം സാക്കിന നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബാണ് ചെയ്യേണ്ടത്. ഇഖ്ലാബ് ഇവിടെ കൊടുക്കുക. ഇഖ്ലാബിൻ്റെ അക്ഷരം ആകെ ഒരു അക്ഷരമേ ഉള്ളൂ, ബാ. അടുത്തത് മില്ലദുൻക, ഇവിടെ മില്ലദുൻക, ഇവിടെ സാക്കിന നൂനിന് ശേഷം ലാമ് വന്നു. ഇദ്ഗാമും ബിലാഗുന്ന, ഇദ്ഗാം ബിലാഗുന്നയ്ക്ക് 2 അക്ഷരം ലാമ് റാ. അടുത്തത് മിൻ സുൽത്താൻ, മിൻ സുൽത്താൻ സാക്കിന നൂനിന് ശേഷം സീന് വന്നു, ഇഖ്ഫാ. അടുത്തത് മിൻഹാദ്, അത് ഇൽഹാർ സാക്കിന നൂനിന് ശേഷം ഹാ വന്നു. 6 അക്ഷരമാണ് ഇൽഹാറിൻ്റെത്. ഹംസ് ഹാ ഐന് ഹാ ഐന് ഖാ, ആ ഇൽഹാറാണ് അത്. അടുത്തത് മിമ്മ ഇൻ, മിമ്മ സാക്കിന നൂനിന് ശേഷം മീം വന്നു, ഇദ്ഗാമും ബിഗുന്ന. ഇനി അടുത്തത് അതിൽ പിന്നെ തൻവീന് ശേഷം വന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൻവീന് ശേഷമുള്ള ഓരോ ഉദാഹരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പുറത്ത് ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം.
അദാബൻ അലീമ. തൻവീന് ശേഷം ഹംസ വരുന്നു, ഇദ്ഹാർ. യൗമ സഖീല, അവിടെ തൻവീന് ശേഷം സാ വന്നു, ഇഖ്ഫാ. അടുത്ത ജസാഅൻ വിഫാഖ, തൻവീന് ശേഷം വാവ് വന്നു, ഇദ്ഗാം ബിഗുന്ന. അടുത്ത ഫിത്നതൽ ലില്ലദീന, തൻവീന് ശേഷം ലാം വന്നു. ലാം എന്തിൻ്റെ അക്ഷരം? ഇദ്ഗാം ബിലാഗുന്ന. ലാം റാ എന്നുള്ള അക്ഷരം, ഇദ്ഗാം ബിലാഗുന്ന. അടുത്ത ഖൗമൻ ബൂറ, ഇഖ്ലാബ്. ഇഖ്ലാബിന് ഒരക്ഷരേ ഉള്ളൂ, അത് ബാ ആണ്. അപ്പോൾ തൻവീന് ശേഷം അവിടെ ബാ വന്നു. ഇനി അടുത്തത് ഒന്നാമത്തെ നഖ്റ സൂറത്തുൽ മആരിജ്, സൂറത്തു നൂഹ്. വനക്തശിഫു മിൻഹുമാ മവാദിയൽ ഇദ്ഹാർ വൽ ഇഖ്ഫാ വൽ ഇഖ്ലാബ് വൽ ഇദ്ഗാം ബിഗുന്ന വൽ ഇദ്ഗാം ബിലാഗുന്ന. സൂറത്തു നൂഹ്, സൂറത്തുൽ മആരിജ്. സൂറത്തുൽ മആരിജ്, സൂറത്തു നൂഹ് പാരായണം ചെയ്തിട്ട് അതിൽ നിന്ന് ഇദ്ഹാർ കണ്ടെത്തണം, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന. അത് എത്ര ഉണ്ടെന്ന് കണ്ടെത്തുക, അതാണ് വേണ്ടത്. അപ്പോൾ അതത് മവാദിയൽ ഇദ്ഹാർ, ഇദ്ഹാറിൻ്റെ എണ്ണം സൂറത്തുൽ മആരിജിൽ 6 സ്ഥലത്ത് വന്നിട്ടുണ്ട്. സൂറത്തു നൂറിലും സൂറത്തു നൂഹിലും 6 തവണ വന്നിട്ടുണ്ട്. അതത് മവാദിയൽ ഇഖ്ഫാ, ഇഖ്ഫായിൻ്റെ സന്ദർഭത്തിൽ സൂറത്തുൽ മആരിജിൽ 7 തവണ, സൂറത്തു നൂഹിൽ 13 തവണ. ഇനി ഇഖ്ലാബ് വന്നത് സൂറത്തുൽ മആരിജിൽ 2 തവണ, സൂറത്തു നൂഹിൽ വന്നത് 1 തവണ. അടുത്തത് ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം ബിഗുന്ന സൂറത്തുൽ മആരിജിൽ വന്നത് 6 തവണ, സൂറത്തു നൂഹിൽ വന്നത് 11 തവണ. ഇദ്ഗാമും ബിലാഗുന്ന, ഇദ്ഗാം ബിലാഗുന്ന സൂറത്തുൽ മആരിജിൽ 1 തവണ വന്നു, സൂറത്തു നൂഹിൽ 3 തവണ വന്നു. ഇനി രണ്ടാമത്തെ നഹ്ഫദ് സൂറത്ത് തീൻ, തീനി വസ്സൈത്തൂൻ എന്ന് പറയുന്ന ആ സൂറത്ത് കാണാതെ പഠിക്കാനാണ്. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.